ഹലോ സ്റ്റുഡൻസ്, ഇനി നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാസ്റ്റിംഗ് മെത്തേഡ്സിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ സാൻഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്ന ആ ടോപ്പിക്ക് കഴിഞ്ഞ്, സാൻഡ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ മൗൾഡ് ഉണ്ടാക്കുന്നത്, കാസ്റ്റിങ്ങിന് ഉണ്ടാക്കാനുള്ള മൗൾഡ് ഉണ്ടാക്കുന്നത് സാൻഡ് ഉപയോഗിച്ചാണ്, മൗൾഡിങ് സാൻഡ് ഉപയോഗിച്ചാണ്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത് ഈ മൗൾഡിങ് സാൻഡ് ഉപയോഗിച്ചായിരിക്കത്തില്ല ഈ മൗൾഡ് ഉണ്ടാക്കുന്നത്, വേറെ പല മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചായിരിക്കും മൗൾഡ് ഉണ്ടാക്കുന്നത്. അങ്ങനത്തെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാസ്റ്റിംഗ് പ്രോസസ്സുകളാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഈ വീഡിയോയിൽ നമ്മൾ 3 അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാസ്റ്റിംഗ് മെത്തേഡ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഈ 3 എണ്ണം എന്ന് പറഞ്ഞാൽ ഷെൽ മൗൾഡിങ്, പിന്നെ പ്ലാസ്റ്റർ മൗൾഡിങ്, പിന്നെ സെറാമിക് മൗൾഡ് കാസ്റ്റിംഗ് അല്ലെങ്കിൽ സെറാമിക് മൗൾഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 3 അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാസ്റ്റിംഗ് മെത്തേഡ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. ഇത് 3ഉം എസ്എ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ഇത് 3ഉം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചോദിക്കും. ഓരോന്നും ഓരോ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആൻസർ എഴുതപ്പോൾ നിർബന്ധമായും ഫിഗർ വരയ്ക്കേണ്ടി വരും. ഇത് 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് 3 എണ്ണത്തിൽ നിങ്ങൾ ഫിഗർ വരയ്ക്കേണ്ടി വരും. അതിൻ്റെ കൂടെ ഇതിൻ്റെ പ്രൊസീജിയർ എന്താണ്, അതിൻ്റെ പ്രോസസ്സ് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അതിൻ്റെ കൂടെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും, ഒരു 4-5 അഡ്വാൻറ്റേജസും 2-3 ലിമിറ്റേഷൻസും കൂടെ നിങ്ങൾ എഴുതേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ 10 മാർക്സിൻ്റെ ആൻസർ എഴുതാനുള്ളത്. ഫിഗർ വരയ്ക്കുക, അതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, പിന്നെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർന്നതായിരിക്കും 10 മാർക്സിന് നിങ്ങൾ ആൻസർ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഷെൽ മൗൾഡിങ്ങിനെ പറ്റി പഠിക്കും, പ്ലാസ്റ്റർ മൗൾഡിങ്ങിനെ പറ്റി പഠിക്കും, സെറാമിക് മൗൾഡ് കാസ്റ്റിങ്ങിനെ പറ്റി പഠിക്കും. അപ്പം ഏകദേശം 3 എസ്എ ക്വസ്റ്റ്യനുള്ള ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ ഈ ഫിഗർ കാണിച്ച സംഭവം എക്സ്പ്ലെയിൻ ചെയ്തങ്ങ് പോകും. അത് എന്താണ് നിങ്ങൾ എക്സാമിന് ചോദിക്കുമ്പോൾ എന്താണ് എഴുതേണ്ടത് എന്നുള്ളത് നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കി കാര്യമായിട്ട് പഠിക്കേണ്ടതായിട്ട് വരും. ഞാൻ ഒരു ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തായിരുന്നു. ഒന്നെങ്കിൽ അത് നോക്കുക, അതിൻ്റെ കൂടെ തന്നെ രജപുത്തിൻ്റെ ടെക്സ്റ്റ് ഉണ്ടാക്കി അതും കൂടെ നോക്കുക. ഞാൻ വാട്സാപ്പിൽ ഷെയർ ചെയ്ത ലോക്കൽ ഓതറിൻ്റെ ബുക്കാണ്. അത് മാത്രം വെച്ച് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നില്ല. അതിൻ്റെ കൂടെ രജപുത്തിൻ്റെ ബുക്കും കൂടെ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാനുഫാക്ചറിംഗ് ടെക്നോളജിയുടെ വേറെ ഏതെങ്കിലും നല്ലൊരു സ്റ്റാൻഡേർഡ് ബുക്കും കൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാനുള്ള ആൻസർ മെറ്റീരിയൽ കിട്ടും. അപ്പം നമുക്ക് ആദ്യം ഷെൽ മൗൾഡിങ് എന്താണെന്ന് നോക്കാം. ഈ ഷെൽ മൗൾഡിങ്ങിൽ ഈ മൗൾഡ് എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഷെല്ലാണ്. ഈ കാണുന്ന ഈ ഷെല്ല് പോലത്തെ ഈ സംഭവമാണ് നമ്മുടെ മൗൾഡായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഷെല്ല് പോലെ ഇതിൻ്റെ അകത്തേക്കാണ് മോൾട്ടൺ മെറ്റലിന് ഒഴിച്ചു കൊടുക്കുന്നത്. അത് സോൾഡിഫൈ ചെയ്ത് കാസ്റ്റിംഗ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഷെല്ലാണ് നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇങ്ങനെ 2 ഹാഫായിട്ടാണ് നമ്മൾ ഷെല്ല് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ 2 ഹാഫായിട്ടിരിക്കുന്ന ഷെല്ലിനെ ഇങ്ങനെ ഒരുമിച്ച് ക്ലാമ്പ് ചെയ്ത് വെച്ചിട്ടായിരിക്കും മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഷെല്ലാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അങ്ങനെ ഷെല്ല് ഉപയോഗിച്ച് ഈ കാസ്റ്റിംഗ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് തന്നെ ഷെൽ മൗൾഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഷെല്ലുണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബൈൻഡർ നമ്മളിവിടെ ഉപയോഗിക്കും. ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ സിലിക്ക സാൻഡാണ്. സാൻഡ് മൗൾഡിങ്ങിൽ ഉപയോഗിച്ച സാൻഡല്ല, അതല്ലാതെ അതിൽ സാൻഡ് മൗൾഡിങ്ങിൽ ഉപയോഗിച്ച സാൻഡ് എന്ന് പറഞ്ഞാൽ വേറെ ടൈപ്പ് ഓഫ് സിലിക്ക സാൻഡും പിന്നെ ക്ലേ കണ്ടൻറ്റും പിന്നെ ഒരുപാട് അഡിറ്റീവ്സ് ഒക്കെ കാണും. ഇത് അതല്ല, ഇത് സാധാരണ സിലിക്ക സാൻഡ്. അതിൻ്റെ കൂടെ നമ്മളൊരു ബൈൻഡറും കൂടെ ആഡ് ചെയ്തിരിക്കും. ബൈൻഡർ എന്ന് പറഞ്ഞാൽ തെർമോ സെറ്റിംഗ് റെസിനാണ് ഇതിൽ ബൈൻഡറായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. തെർമോ സെറ്റിംഗ് റെസിൻ എന്ന് പറഞ്ഞാൽ ചൂട് കിട്ടപ്പോൾ, അതായത് ഹീറ്റ് ചെയ്യുമ്പം ഇത് മെൽറ്റ് ചെയ്യും. ഈ പർട്ടിക്കുലർ തെർമോ സെറ്റിംഗ് റെസിനാണ്. അപ്പം ഹീറ്റ് വരുമ്പം അത് മെൽറ്റാവും. മെൽറ്റ് ആയതിനു ശേഷം അത് സോൾഡിഫൈ ചെയ്യും. പിന്നെ അതിന് ഹീറ്റ് അപ്ലൈ ചെയ്താൽ അത് മെൽറ്റ് ആവത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് തെർമോ സെറ്റിംഗ് റെസിൻ എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് ടൈം അതിനെ ചൂടാക്കിയാണെങ്കിൽ അത് മെൽറ്റ് ചെയ്യും. മെൽറ്റ് ചെയ്ത് അത് സോൾഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹീറ്റ് അപ്ലൈ ചെയ്ത് അത് മെൽറ്റ് ആവത്തില്ല. അത് പക്ഷേ കരിഞ്ഞു പോവുകയുള്ളൂ, അല്ല ചിലപ്പോൾ കത്തിപ്പോയെന്നിരിക്കും, അല്ലാതെ അത് മെൽറ്റ് ആവത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് തെർമോ സെറ്റിംഗ് റെസിൻ എന്ന് പറയുന്നത്. ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് തെർമോ സെറ്റിംഗ് റെസിൻ എന്ന് പറയുന്നത്. ആ തെർമോ സെറ്റിംഗ് റെസിനാണ് നമ്മൾ ബൈൻഡറായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. തെർമോ സെറ്റിംഗ് റെസിൻ എന്ന് പറഞ്ഞാൽ ഈ കാണിച്ചിരുന്ന മെറ്റീരിയൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഫിനോൾ ഫോർമാൽഡിഹൈഡ് അല്ലെങ്കിൽ യൂറിയ ഫോർമാൽഡിഹൈഡ് എന്ന മെറ്റീരിയലാണ് തെർമോ സെറ്റിംഗ് റെസിനായിട്ട് അതായത് ബൈൻഡറായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഈ തെർമോ സെറ്റിംഗ് റെസിൻ എന്ന് പറഞ്ഞാൽ മിക്കവാറും പൗഡർ ഫോമിലൊക്കെ ആയിരിക്കും. അതായത് ഈ ഫിനോൾ ഫോർമാൽഡിഹൈഡ് അല്ലെങ്കിൽ യൂറിയ ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്ന മെറ്റീരിയൽ പൗഡർ ഫോമിലായിരിക്കും. അത് ഈ സാൻഡുമായിട്ട്, ഈ മൗൾഡിങ് സാൻഡ് എന്ന് പറയുന്നില്ല, സിലിക്ക സാൻഡ്, ഈ സിലിക്ക സാൻഡുമായിട്ട് മിക്സ് ചെയ്തിരിക്കും. എന്നിട്ട് നമുക്ക് എന്ത് കാസ്റ്റിംഗ് ആണോ ഉണ്ടാക്കേണ്ടത് ആ കാസ്റ്റിങ്ങിൻ്റെ പാറ്റേൺ കാണുമല്ലോ, ആ പാറ്റേണിൻ്റെ ഒരു ഹാഫാണ് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ. ഇങ്ങനെ മറ്റേ ഹാഫും കൂടെ കാണും. നമ്മുടെ മാച്ച് പ്ലേറ്റ് പാറ്റേൺ എന്നൊക്കെ പറയുമല്ലോ. മാച്ച് പ്ലേറ്റ് പാറ്റേൺ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കോപ്പ് ആൻഡ് ഡ്രാഗ് പാറ്റേൺ എന്നൊക്കെ പറയുന്നതിൽ ഒരു പ്ലേറ്റ് കാണും, മെറ്റൽ പ്ലേറ്റ് കാണും. അതിൻ്റെ ഒരു സൈഡിലായിരിക്കും പാറ്റേണിൻ്റെ ആ ഒരു പോർഷനെല്ലാം വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു മാച്ച് പ്ലേറ്റ് പാറ്റേൺ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് പ്ലേറ്റാണ്. ആ പ്ലേറ്റിൻ്റെ ഒരു സൈഡിൽ, അതിൻ്റെ അകത്തെ സൈഡിലാണ് എന്ത് കാസ്റ്റിംഗ് ആണ് ഉണ്ടാകേണ്ടത് അതിൻ്റെ ഷേപ്പിലുള്ള പോർഷൻസ് ഉള്ളത്.
അപ്പോൾ ഇത് ഒരു ഇതാണ് ആക്ച്വലി അപ്പം പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കും. ഒരു 200-300 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയ പാറ്റേൺ ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ 200-300 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയ പാറ്റേൺ ഈ ബോക്സിൽ കൊണ്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് വയ്ക്കും. ഈ ബോക്സ് എന്ന് പറഞ്ഞാൽ ഡംപ് ബോക്സ് എന്ന് പറയാം, ജസ്റ്റ് ഒരു ബോക്സ്. അപ്പോൾ ആ ബോക്സിൻ്റെ അകത്ത് ഈ സാൻഡും ഈ സിലിക്ക സാൻഡും ഈ തെർമോസെറ്റിൻ റെസിനും കൂടെ മിക്സ് ചെയ്ത ആ ഒരു മിക്സ്ചറാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പോൾ അത് ഈ ഡംപ് ബോക്സാണ്. അതിൻ്റെ മുകളിൽ ഈ ഒരു പാറ്റേൺ എന്ത് ഷേപ്പ് ഇതാണോ കാസ്റ്റിംഗ് ആണോ ഉണ്ടാക്കേണ്ടത്, ആ കാസ്റ്റിങ്ങിന് ഒരു ഹാഫാണ് ഇവിടെ പാറ്റേൺ ആണ് ഉപയോഗിക്കുന്നത്. ആ ഒരു ഹാഫിനുള്ള പോർഷനുള്ള പാറ്റേൺ അത് വളരെ ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കി, അതായത് 200-250 അല്ലെങ്കിൽ 300 അത്രയും ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയ ആ ഹോട്ട് പാറ്റേൺ നമ്മൾ ഇവിടെ കൊണ്ട് ആ ഡം ബോക്സിൽ കൊണ്ട് ക്ലാമ്പ് ചെയ്യും. എന്നിട്ട് ഈ ബോക്സിനെ ഇൻവേർട്ട് ചെയ്ത് വയ്ക്കും. ഇൻവേർട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ സാൻഡ് എല്ലാം കൂടെ ഈ ഹോട്ട് പാറ്റേണിലോട്ട് വന്ന് വീണ് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇങ്ങനെ ഇൻവേർട്ട് ചെയ്ത് ഒരു 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ 45 സെക്കൻഡ്സ് ഇങ്ങനെ ഇൻവേർട്ട് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ ഇത് ഇവിടെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ടെമ്പറേച്ചറിൽ ഇരിക്കുകയാണ്. 250 അല്ലെങ്കിൽ 300 ഡിഗ്രി സെൽഷ്യസിൽ ഈ പാറ്റേൺ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഹോട്ട് പാറ്റേണും ഈ ഒരു സാൻഡ് മിക്സ്ചർ ഇതെന്ന് പറയുന്ന സിലിക്ക സാൻഡും ഈ റെസിനും തെർമോസെറ്റിൻ റെസിനും കൂടെ മിക്സ് ചെയ്ത ആ ഒരു മിക്സ്ചറാണ് ഇതിലിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള ഈ തെർമോസെറ്റിൻ റെസിൻ എന്നുള്ളത് മെൽറ്റ് ചെയ്യും. ഈ ഹോട്ട് പാറ്റേണുമായിട്ട് ടച്ച് ചെയ്ത് വരുന്ന ഭാഗത്തുള്ള തെർമോസെറ്റിൻ റെസിൻ അങ്ങ് മെൽറ്റ് ചെയ്യും. മെൽറ്റ് ചെയ്ത് ഈ ഷേപ്പ് അത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കും. ഒരു ലെയർ പോലെ ഈ ഷേപ്പ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കും. അതായത് ഈ സാൻഡും ഈ സിലിക്ക സാൻഡും തെർമോസെറ്റിൻ റെസിനും കൂടെ മിക്സ് ചെയ്ത ആ മിക്സ്ചർ ഈ ഹോട്ട് പാറ്റേണായിട്ട് ടച്ച് ചെയ്ത് വരുമ്പോൾ ആ ഹോട്ട് പാറ്റേണിലായിട്ട് ടച്ച് ചെയ്ത് വരുന്ന ഭാഗത്തുള്ള ഈ തെർമോസെറ്റിൻ റെസിൻ മെൽറ്റ് ആവുകയും ആ സാൻഡും ആ മെൽറ്റ് ചെയ്ത തെർമോസെറ്റിൻ റെസിനും കൂടെ ഒരു ലെയർ പോലെ ഈ ഹോട്ട് പാറ്റേണിൻ്റെ മുകളിൽ ഇങ്ങനെ ഫോം ആവുകയും ചെയ്യും. അങ്ങനെ ഒരു 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ 45 സെക്കൻഡ്സ് ഇങ്ങനെ പിടിച്ചിരിക്കും. ഇങ്ങനെ ഇൻവേർട്ട് ചെയ്ത് പിടിച്ചിട്ട് പിന്നെ അത് നോർമൽ രൂപത്തിൽ ഇങ്ങനെ വയ്ക്കും. അങ്ങനെ നോർമൽ രൂപത്തിൽ വയ്ക്കുമ്പം ഈ ഒരു ലെയർ പോലെ ആ ഒരു തെർമോസെറ്റിൻ റെസിൻ മെൽറ്റ് ചെയ്ത് ആ സാൻഡ് പാർട്ടിക്കിൾസുമായിട്ട് മെൽറ്റ് ചെയ്ത് ഇങ്ങനെ ലെയർ പോലെ ആ ഹോട്ട് പാറ്റേണിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. ഇതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഒരു 6 mm അല്ലെങ്കിൽ 7 mm അത്രയും mm തിക്നെസ്സിലാണ് ഈ ഒരു ലെയർ പോലെ ഫോം ആവുന്നത്. ഈ തെർമോസെറ്റിൻ റെസിൻ മെൽറ്റായാണ് അതിൻ്റെ കൂടെ സാൻഡ് പാർട്ടിക്കിൾസും കൂടെ കാണും. ഈ സാൻഡ് പാർട്ടിക്കിൾസും തെർമോസെറ്റിൻ റെസിനും കൂടെ മെൽറ്റായാണ് ഇങ്ങനൊരു ലെയർ പോലെ ഫോം ആവുന്നത്. ഈ ലെയറാണ് ആക്ച്വലി ഈ ഷെൽ എന്ന് പറയുന്നത്. നമ്മൾ കൂടുതൽ നേരം ഇങ്ങനെ ഇൻവേർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ കൂടുതൽ തിക്നെസ്സിലുള്ള ഒരു ഷെല്ല് പോലെയായിരിക്കും അത് ഉണ്ടായി വരുന്നത്. സാധാരണ 30 സെക്കൻഡ്സ് ടു 45 സെക്കൻഡ്സ് ആണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഒരു 6 mm 7 mm തിക്നെസ്സിലുള്ള ഒരു ഷെല്ല് പോലൊരു ലെയർ ഇവിടെ ഫോം ആയിരിക്കും. എന്നിട്ട് ബാക്കി സാൻഡ് പാർട്ടിക്കിൾസ് ഇങ്ങനെ താഴെ വീണ് കിടന്നുള്ളൂ. അത് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഈ പാറ്റേൺ അങ്ങ് റിമൂവ് ചെയ്യുന്നു. റിമൂവ് ചെയ്തിട്ട് അതിനെ ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കുന്നു. അപ്പോൾ പാറ്റേണിൽ ഇതിനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഈ പാറ്റേണിൽ ഈ ഷെല്ലെന്ന് പറയുന്ന ആ ഒരു ലെയർ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അതിനെ നമ്മൾ ഒന്ന് ബേക്ക് ചെയ്തൊരു 10-15 മിനിറ്റ് വളരെ ഹൈ ടെമ്പറേച്ചർ ഒരു 400 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ചൂടാക്കും. അങ്ങനെ ചൂടാക്കുമ്പോഴേക്കും ഈ ഷെല്ലിന് സഫിഷ്യൻറ്റ് സ്ട്രെങ്ത് കിട്ടും. അങ്ങനെ ബേക്ക് ചെയ്ത് അതായത് ഇൻഡസ്ട്രിയൽ ഓവൻസിൽ വലിയ ഓവൻസിൽ വെച്ചിട്ടാണ് അത് ചൂടാക്കുന്നത്. ഒരു 300-400 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കും. അപ്പോഴത്തേക്ക് അതിന് കുറച്ച് നല്ലൊരു സ്ട്രെങ്ത് കിട്ടും. ഒരു 10-15 മിനിറ്റ്സ് ആയിരിക്കും അത് ചൂടാക്കുന്നത്. ചൂടാക്കിയതിന് ശേഷം ഈ പാറ്റേണിൽ നിന്ന് ഈ ഷെല്ലിനെ അങ്ങ് റിമൂവ് ചെയ്യും. അങ്ങനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് ഇജക്ടർ പിൻസൊക്കെ ഈ പാറ്റേൺസ് കൊടുത്തിരിക്കും. ഇവിടെ ആദ്യമേ ഈ പാറ്റേണിൽ ആ ഇജക്ടർ പിന്നൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇജക്ടർ പിൻ ഉപയോഗിച്ച് ഈ ഷെല്ലിനെ ഈസി ആയിട്ട് നമ്മളങ്ങ് റിമൂവ് ചെയ്തെടുക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഹാഫ് മാത്രമേ ആവുന്നുള്ളൂ. ഈ പാറ്റേൺ ഉപയോഗിച്ച് ഒരു ഹാഫ് പാറ്റേൺ ആണ് ഈ മാച്ച് പ്ലേറ്റിൽ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റേ ഹാഫ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കും. ഈ സെയിം പ്രൊസീജിയറിനെ മറ്റേ ഹാഫും കൂടെ ഈ ഹോട്ട് പാറ്റേൺ ഇവിടെ കൊണ്ടുവച്ച് ഇൻവേർട്ട് ചെയ്ത് വെച്ച് ഒരു ലെയർ പോലെ ഫോം ആക്കിയിട്ട് അതിനെ എടുത്ത് വീണ്ടും ചൂടാക്കി ഷെല്ലിൻ്റെ മറ്റേ ഹാഫും കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. എന്നിട്ട് ഈ 2 പാർട്ടും കൂടെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ ക്ലാമ്പ് ചെയ്ത് വയ്ക്കുന്നു. ഇങ്ങനെ ക്ലാമ്പ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ കറക്റ്റായിട്ട് ഇരിക്കാനായിട്ട് ഈ പൊടിയെന്ന് പറയുന്ന സാധാ സാൻഡ് കൊണ്ട് ഇങ്ങനെ നിറച്ച് ഫില്ല് ചെയ്താൽ മാത്രം മതി. ഇത് ജസ്റ്റ് ഇതിനെ ഈ ഷെല്ലിനെ സപ്പോർട്ട് ചെയ്യുക എന്ന ഫംഗ്ഷൻ മാത്രമേ ഈ ഒരു ഫില്ലർ മെറ്റീരിയൽ ജസ്റ്റ് നോർമൽ സാൻഡ് ആയിരിക്കും ഫില്ലർ മെറ്റീരിയൽ ആയിട്ടുള്ള അതിവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബാക്കപ്പ് ചെയ്യാനായിട്ട് ഇവിടെ കൊടുത്തിരിക്കും. എന്നിട്ട് ഇതിലോട്ടായിരിക്കും ഈ മോൾട്ടൺ മെറ്റലിനെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുത്ത് അതിനെ കുറച്ച് നേരം സോൾട്ടിഫൈ ചെയ്യാനായിട്ട് വയ്ക്കുന്നു. എന്നിട്ട് നമുക്ക് ഈ ഷെല്ലിനെ അതുപോലെ തന്നെ പുറത്തെടുത്തിട്ട് ആ ഷെല്ലിനെ അതായത് പൊളിച്ച് നമുക്ക് കാസ്റ്റിങ്ങിനെ പുറത്തെടുക്കാനായിട്ട് പറ്റും. അതായത് സത്യം പറഞ്ഞാൽ ഈ ഷെല്ലെന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ യൂസ് പർപ്പസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാനൊക്കത്തുള്ളൂ. ഈ കാസ്റ്റിങ്ങിനെ ഈ ഷെല്ലിൽ നിന്ന് പുറത്തെടുക്കുന്ന സമയത്ത് തന്നെ ഈ ഷെല്ല് ചിലപ്പം പൊട്ടിപ്പോയെന്നിരിക്കും അല്ലെങ്കിൽ കീറിപ്പോയെന്നിരിക്കും. അപ്പോൾ ഇത് സിംഗിൾ യൂസ് മൗൾഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് ഷെൽ മൗൾഡിങ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൗൾഡ് എന്ന് പറയുന്ന ഈ ഒരു ഷെല്ലാണ്. ആ ഷെല്ല് ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊസീജിയറാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ സാൻഡ് എന്ന് പറഞ്ഞാൽ ഇത് സിലിക്ക സാൻഡും തെർമോസെറ്റിൻ റെസിനും കൂടെ മിക്സ് ചെയ്ത
ഒരു മിക്സ്ചറാണ് ഈ സാൻഡായിട്ട് ഉപയോഗിക്കുന്നത്. ഹോട്ട് പാറ്റേൺ കൊണ്ട് വെച്ച് കൊടുത്തിട്ട് ഈ ബോക്സിൽ ഡംപ് ബോക്സിൽ കൊണ്ട് ക്ലാമ്പ് ചെയ്യുന്നു. എന്നിട്ട് അതിന് ഇൻവേർട്ട് ചെയ്യുമ്പോഴേക്കും ആ ഹോട്ട് പാറ്റേണുമായി ടച്ച് ചെയ്ത് വരുന്ന ഭാഗത്തുള്ള സാൻഡ് പാർട്ടിക്കിൾസും തെർമോസെറ്റിൻ റെസിനും കൂടെ അങ്ങ് മെൽറ്റ് ചെയ്യും. പ്രത്യേകിച്ച് തെർമോസെറ്റിൻ റെസിനാണ് മെൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് മെൽറ്റ് ചെയ്ത് ഈ സാൻഡും കൂടെ ജോയിൻ ചെയ്ത് ഒരു ലെയർ പോലെ അവിടെ ഫോം ചെയ്തിരിക്കും. അതിനെ നമ്മൾ പുറത്തെടുത്ത് ഓവനിൽ കൊണ്ട് ചൂടാക്കിയിട്ട് നമ്മൾ ആ ഷെല്ലിനെ റിമൂവ് ചെയ്തെടുക്കുന്നു. അങ്ങനെ 2 ഹാഫ് പാറ്റേണിൻ്റെ 2 ഹാഫും വെച്ച് ഇങ്ങനെ 2 ഷെൽവും കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നു. അതായത് കംപ്ലീറ്റ് മോൾഡ് ആക്കിയെടുക്കുന്നു. എന്നിട്ട് മോൾഡ് മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ കാസ്റ്റിങ്ങിന് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ സർഫസ് ഫിനിഷ് ആയിരിക്കും ഈ കാസ്റ്റിങ്ങിൻ്റെ സർഫസ് എന്ന് പറയുന്നത്. നമ്മൾ സാൻഡ് കാസ്റ്റിംഗ് ആണ് എങ്കിൽ വളരെ റഫിനെസ് കൂടിയ സർഫസ് ആയിരിക്കും കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഷെൽ മോൾഡിംഗ് ഒക്കെ ആണെങ്കിൽ വളരെ ഹൈ സർഫസ് ഫിനിഷിലുള്ള കാസ്റ്റിംഗ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ഡയമെൻഷണൽ ആക്യുറസി ഉണ്ട്. ഇതിൽ പാറ്റേൺ അലവൻസ് ഒക്കെ വളരെ കുറച്ച് കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ വളരെ ഹൈ ഡയമെൻഷണൽ ആക്യുറസി ഒക്കെ ഉണ്ടായിരിക്കും. നല്ല ഹൈ സർഫസ് ഫിനിഷൊക്കെ ആയിരിക്കും. ഡിസ്റ്റോർഷനൊന്നും ഉണ്ടായിരിക്കത്തില്ല, സ്ക്രാപ്പ് ഒന്നും ഉണ്ടാകത്തില്ല. അങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. ലിമിറ്റേഷൻ എന്തെന്ന് പറഞ്ഞാൽ ഈ ഷെല്ലെന്ന് പറഞ്ഞാൽ സിംഗിൾ യൂസിനുള്ള ഷെല്ലാണ് ഈ പറയുന്നത്. പിന്നെ ഈ ബൈൻഡർ എന്ന് പറയുന്നത് ഈ തെർമോസെറ്റിൻ റെസിൻ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാൻഡ് കാസ്റ്റിങ്ങിനെക്കാളും വളരെ ഹൈ കോസ്റ്റാണ് ഈ ഷെൽ മോൾഡിങ്ങിന്. കാരണം റെസിൻ എന്നൊക്കെ പറയുന്നത് ഒരുപാട് കോസ്റ്റ്ലിയാണ്. അതുപോലെ തന്നെ ഓവനിൽ വെച്ച് കുറേ നേരം ചൂടാക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് എക്സ്ട്രാ പവർ ഒക്കെ കൺസ്യൂം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്രോസസ്സാണെന്ന് പറയാം. പിന്നെ ഈ പ്രോസസ്സ് ഉപയോഗിച്ച് വലിയ കാസ്റ്റിംഗ് ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ ഒതുക്കത്തില്ല. സ്മോൾ അല്ലെങ്കിൽ മീഡിയം സൈസ് കാസ്റ്റിംഗ് മാത്രമേ ഈ ഒരു ഷെൽ മോൾഡിങ് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഗേറ്റ് കട്ട് ചെയ്യുക അങ്ങനത്തെ പ്രോസസ്സൊന്നുമില്ല. നേരിട്ട് അത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് കാസ്റ്റിങ്ങിന് ഉണ്ടാക്കിയെടുക്കാം. ഗേറ്റ് കട്ട് ചെയ്യുന്ന ആ ഒരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സൊന്നും ഇവിടെ വരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇനിയും കുറച്ചും കൂടെ അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് കാണാനൊക്കും. അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് ഉണ്ട്. സിംഗിൾ യൂസ് ഷെല്ലാണ്. അങ്ങനത്തെ പിന്നെ കോസ്റ്റ് കൂടുതലാണ്. അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മാസ് പ്രൊഡക്ഷനൊക്കെയാണ് ഇത് സാധാരണ ഉപയോഗിക്കുന്നത്. പിന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പിലുള്ള കാസ്റ്റിംഗ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാനും വളരെ ഹൈ ആക്യുറസിയിൽ വളരെ ഹൈ സർഫസ് ഫിനിഷുള്ള കാസ്റ്റിംഗ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റുള്ള മെറ്റീരിയൽ മോൾട്ടൺ മെറ്റൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പം ഇതിൻ്റെ ഈ ഷെല്ലിനെന്ന് പറഞ്ഞാൽ അതിനൊരു പർട്ടിക്കുലർ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ ഇത് സാധാരണ ഒന്നും കൂടെ ചൂടാക്കിയാലും ഇത് മെൽറ്റ് ആവത്തില്ല എങ്കിലും ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ ഷെല്ല് ഡാമേജ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 1000 ഡിഗ്രി സെൽഷ്യസ് വരുന്ന മോൾട്ടൺ മെറ്റലൊന്നും ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒക്കത്തില്ല. ലോ മെൽറ്റിംഗ് പോയിട്ടുള്ള മെറ്റലൊക്കെയാണ് സാധാരണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കാസ്റ്റിംഗ് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ഹൈ മെൽറ്റിംഗ് പോയിട്ടുള്ള മെറ്റൽ ഇത് സൂട്ടബിൾ അല്ല. ഈ മെത്തേഡിൽ കാസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ലിമിറ്റേഷൻ കൂടെ ഈ ഒരു മെത്തേഡിലുണ്ട്. അപ്പോൾ ഇതാണ് ഷെൽ മോൾഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഈ ഒരു ഫിഗർ തന്നെയാണ്, ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഫിഗേഴ്സ് തന്നെയാണ് നിങ്ങൾ ഈ ഒരു പ്രോസസ്സിന് വേണ്ടി എക്സാമിന് ആൻസർ ഷീറ്റിൽ വരയ്ക്കാനുള്ളത്. അപ്പോൾ ഇതാണ് ഷെൽ മോൾഡിംഗ് എന്ന് പറയുന്നത്. അടുത്തത് പ്ലാസ്റ്റർ മോൾഡിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക്. ഈ പ്ലാസ്റ്റർ മോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൽ മൗൾഡ് ഉണ്ടാക്കിയെടുക്കുന്നത് സാൻഡ് ഉപയോഗിച്ചായിരിക്കത്തില്ല. ഇതിലെ പോലെ സിലിക്ക സാൻഡും തെർമോസെറ്റിൻ റെസിനും കൂടെ ഉള്ള മിക്സ്ചർ ഉപയോഗിച്ചൊന്നും ആയിരിക്കത്തില്ല മൗൾഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൽ മൗൾഡ് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ പ്ലാസ്റ്റർ ഉപയോഗിച്ചാണ്. അതായത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് നിങ്ങൾ കേട്ട് കാണുമല്ലോ. പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ലെങ്കിൽ അതിനെ ജിപ്സം എന്ന് പറയും. അതിൻ്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് കാൽഷ്യം സൾഫേറ്റ് ആണ്. അതായത് കാൽഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ ജിപ്സം അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചാണ് ഇതിൽ ഈ മൗൾഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ വയലറ്റ് കളറിൽ കാണിച്ചിരിക്കുന്ന ആ മൗൾഡ് ക്യാവിറ്റിയാണ്. അപ്പോൾ അതിലോട്ടാണ് മോൾട്ടൺ മെറ്റലിനെയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി മൗൾഡ് ഉണ്ടാക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചാണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ വാട്ടറിനെ ഈ ജിപ്സുമായിട്ട് മിക്സ് ചെയ്യും. വാട്ടറിനെ ജിപ്സം എന്ന് പറഞ്ഞാൽ കാൽഷ്യം സൾഫേറ്റ്, അതാണ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അഡിറ്റീവ്സും കൂടെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും. ഈ ടാൾക്ക് അല്ലെങ്കിൽ സിലിക്ക ഫ്ലോർ എന്ന് പറയുന്ന അഡിറ്റീവ്സൊക്കെ കുറച്ച് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. കുറച്ച് പ്രോപ്പർട്ടീസ് ഇമ്പ്രൂവ് ചെയ്യാനും സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനും കുറച്ച് അഡിറ്റീവ്സൊക്കെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കും. എന്നാലും മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഈ ജിപ്സം തന്നെയാണ്. അപ്പോൾ ഈ ജിപ്സം വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴേക്കും ഒരു സ്ലറി നമുക്ക് ഉണ്ടാക്കി, പ്ലാസ്റ്റർ സ്ലറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ പ്ലാസ്റ്റർ സ്ലറി എന്ന് പറഞ്ഞാൽ ഒരു പേസ്റ്റ് രൂപത്തിലുള്ള മെറ്റീരിയലാണ്. ഫ്ലൂയിഡ് പോലെ പേസ്റ്റ് രൂപത്തിലിരിക്കും. അതാണ് പ്ലാസ്റ്റർ സ്ലറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ലറിയെ നമ്മൾ ഈ മാച്ച് പ്ലേറ്റ് പാറ്റേൺ ആണ് ഈ കാണിച്ചത്. മാച്ച് പ്ലേറ്റ് പാറ്റേൺ ആണ്. അതായത് അതിൻ്റെ പ്ലേറ്റാണ് ഈ കൊടുത്തിരുന്നത്. ആ പ്ലേറ്റിൻ്റെ ഒരു സൈഡിലായിരിക്കും. ഇതിപ്പോൾ ചെറിയൊരു പ്രൊജക്ഷൻ മാത്രമേ ഈ പാറ്റേൺ എന്ന് പറയുന്ന പോർഷനിൽ വരുന്നുള്ളൂ. ഇവിടെ ആയിരിക്കും അതിൻ്റെ ആ പോർഷൻ വരുന്നത്, പാറ്റേണിൻ്റെ പോർഷൻ വരുന്നത്. അപ്പോൾ അതിങ്ങനെ മാച്ച് പ്ലേറ്റ് പാറ്റേൺ, ഇത് മോൾഡിംഗ് ഫ്ലാസ്ക് ആയിരിക്കും. അപ്പോൾ അതിലേക്ക് ഈ സ്ലറിയെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നു. അത് ഒഴിച്ചു കൊടുത്ത് ഒരു 10-15 മിനിറ്റ് വെറുതെ വെച്ചിരിക്കുമ്പോഴേക്കും അതങ്ങ് സോൾട്ടിഫൈ ചെയ്ത് വരും. ആ സോൾട്ടിഫൈ ചെയ്തിരിക്കുന്നതിനെ നമ്മളിങ്ങനെ പുറത്തെടുക്കാം. അങ്ങനെ രണ്ട് സൈഡും കോപ്പ് എന്ന് പറയുന്ന ആ പോർഷനും ഡ്രാഗ് എന്ന് പറയുന്ന പോർഷനും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഈ ജിപ്സവും വാട്ടറും കൂടെ മിക്സ് ചെയ്ത പ്ലാസ്റ്റർ സ്ലറി ഇങ്ങനെ മാച്ച് പ്ലേ പാറ്റേണിൽ ഒഴിച്ച് അത് സോൾഡിഫൈ ചെയ്ത് വെച്ച് അതിനെ നമുക്ക് വളക്കിയെടുക്കുമ്പോഴേക്കും ഈ കോപ്പ് എന്നും ഡ്രാഗ് എന്ന് പറയുന്ന ആ പോർഷൻ ഉണ്ടാക്കിയെടുക്കാം. ഈ കാണുന്ന ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ഈ സ്ലറി സോൾഡിഫൈ ചെയ്തുണ്ടാക്കിയ പോർഷനാണ് ഈ കളറിൽ കൊടുത്തിരിക്കുന്ന ആ പോർഷൻ എന്ന് പറഞ്ഞാൽ.
ഇതാണ് ഈ മൗൾഡ് ക്യാവിറ്റി എന്ന് പറയുന്നത്. ഈ വയലറ്റ് കളറിലിരിക്കുന്നതാണ് മൗൾഡ് ക്യാവിറ്റി. അതിലോട്ടാണ് ഈ മോട്ടർ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് കോപ്പ് എന്ന് പറയുന്ന പോർഷൻ, ഇത് ഡ്രാഗ് എന്ന് പറയുന്ന പോർഷൻ. അപ്പോൾ ഇതിൽ ഈ മോട്ടർ മെറ്റൽ ഒഴിച്ചു കൊടുക്കാനുള്ള ഹോളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിലൊരു ഇങ്ങനെ ഈ കമ്പ് പോലത്തെ എന്തെങ്കിലും സാധനം ഇവിടെ വെച്ചിരിക്കുകയാണെങ്കിൽ, ഒരു സിലിണ്ടറിക്കൽ രൂപത്തിലുള്ള റോഡ് ഇവിടെ വെച്ചിരിക്കുകയാണെങ്കിൽ അതുവഴി നമുക്ക് ഈ ഒരു ഹോളും കൂടെ നമുക്ക് ഈ ഒരു കോപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കോപ്പ് എന്ന് പറയുന്ന ആ പോർഷനിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പം അങ്ങനെ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചാണ് ഈ മൗൾഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ മൗൾഡിൻ്റെ 2 ഹാഫും ഉണ്ടാക്കിയെടുക്കുന്നു. എന്നിട്ട് അത് രണ്ടും കൂടെ ഇങ്ങനെ അലൈൻ ചെയ്ത് അസംബിൾ ചെയ്ത് വയ്ക്കുന്നു. എന്നിട്ട് മോൾഡൻ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് ഇതിൽ കാസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കുന്നത്. നേരത്തെ പറഞ്ഞ അതേ ഒരു മെത്തേഡ് തന്നെ ഇതിലുണ്ട്. ഇത് ഇവിടെ സെറാമിക് മൗൾഡ് മേക്കിംഗ് അല്ല, പ്ലാസ്റ്റർ മൗൾഡ് മേക്കിംഗ് എന്ന് കരുതിയത്. സെറാമിക് മൗൾഡ് മേക്കിങ്ങിൻ്റെ ഫിഗറാണ് ഞാൻ ഉപയോഗിച്ചത്. സെറാമിക് മൗൾഡ് മേക്കിംഗ് അല്ല, പ്ലാസ്റ്റർ മൗൾഡ് മേക്കിംഗ് ആണ്. അപ്പം ഇതിങ്ങനെ ചേർത്ത് വെച്ച് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അപ്പം ഉപയോഗിക്കുന്ന മെറ്റൽ നമ്മൾ ഇതിൽ പോലെ തന്നെ ഷെൽ മൗൾഡിങ്ങിലെ പോലെ തന്നെ വളരെ ഹൈ ടെമ്പറേച്ചറുള്ള മെറ്റലൊന്നും നമുക്ക് ഇതിൽ കാസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാനും സാധിക്കത്തില്ല. കാരണം അത് വളരെ ഹൈ ടെമ്പറേച്ചർ, ഇപ്പോൾ 1000 അല്ലെങ്കിൽ 1200 ഡിഗ്രി സെൽഷ്യസ് ഉള്ള മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള മോൾട്ടൺ മെറ്റലാണ് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് മെൽറ്റായി പോകും, ഫ്യൂസായി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സാധാരണ മെൽറ്റിംഗ് പോയിൻറ്റ് കുറഞ്ഞ മെറ്റീരിയൽസ് കാസ്റ്റ് ചെയ്യാനാണ് ഇത് സാധാരണ ഉപയോഗിക്കുന്നത്. എസ്പെഷ്യലി അയണിൻ്റെ കണ്ടൻറ്റ് ഇല്ലാത്ത മെറ്റൽസ് കാസ്റ്റ് ചെയ്യണം. അതായത് കോപ്പർ അല്ലെങ്കിൽ ബ്രാസ് അങ്ങനത്തെ മെറ്റീരിയൽസിന് ആ മെറ്റീരിയൽസ് ഉപയോഗിച്ച് കാസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കാനാണ് സാധാരണ ഈ പ്ലാസ്റ്റർ മൗൾഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ സാധാരണ കുറവാണ്. അപ്പം അങ്ങനത്തെ മെറ്റീരിയൽ കാസ്റ്റ് ചെയ്തെടുക്കാനാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ വളരെ ഹൈ സർഫസ് ഫിനിഷുള്ള കാസ്റ്റിംഗ് ആയിരിക്കും ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ മറ്റേ ഇതിനേക്കാളും ഈ ഷെൽ മൗൾഡിങ്ങിനെക്കാളും കോസ്റ്റ് കുറവാണെന്ന് പറയാം ഈ പ്ലാസ്റ്റർ മൗൾഡിങ്ങിന്. എന്നാലും സാൻഡ് കാസ്റ്റിങ്ങിനെക്കാളും കോസ്റ്റ് കൂടുതൽ തന്നെയാണ്. ഈ ജിപ്സം എന്ന് പറയുന്നതിന് കുറച്ച് വില കൂടിയ സംഭവം തന്നെയാണ്. അതുകൊണ്ട് സാൻഡ് കാസ്റ്റിങ്ങിനെക്കാളും ഒക്കെ കുറച്ച് കോസ്റ്റ് കൂടിയതാണ് ഈ പ്ലാസ്റ്റർ മൗൾഡ് പ്രോസസ്സ് എന്ന് പറയുന്നത്. പക്ഷേ വളരെ ഹൈ സർഫസ് ഫിനിഷും വളരെ ഹൈ ആക്യുറസിയൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ച് കിട്ടും. പിന്നെ ഈ മൗൾഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ യൂസിനുള്ളതാണ്. ഇതിൽ നിന്ന് കാസ്റ്റിങ്ങിനെ പുറത്തെടുക്കാനായിട്ട് ഈ മൗൾഡിനെ പൊട്ടിച്ച് കളയേണ്ടി വരും. മാത്രമല്ല പൊട്ടിച്ച് കളഞ്ഞ ആ മൗൾഡിനെ പിന്നെ റീയൂസ് ചെയ്യാൻ ഒരു രീതിയിലും റീയൂസ് ചെയ്യാനും സാധിക്കത്തില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസ് ഇതിനുണ്ട്. അപ്പോൾ ഇതാണ് പ്ലാസ്റ്റർ മൗൾഡിങ് എന്ന് പറയുന്ന ആ മൗൾഡിങ് പ്രോസസ്സ്. അപ്പോൾ ഇതിൽ ജിപ്സവും വാട്ടറും കൂടെ മിക്സ് ചെയ്താണ് ആ പ്ലാസ്റ്റർ സ്ലറി ഉണ്ടാക്കിയെടുക്കുന്നത്. ആ സ്ലറിയാണ് ഈ മൗൾഡ് ഫോം ചെയ്യാനായിട്ട് ഈ മാച്ച് പ്ലേറ്റ് പാറ്റേണിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുത്ത് സോൾഡിഫൈ ചെയ്ത് അതിനെടുക്കുന്നത്. അങ്ങനെ സോൾഡിഫൈ ചെയ്തെടുത്ത് അങ്ങനെ കോപ്പിൻ്റെ പോർഷനും ഡ്രാഗിൻ്റെ പോർഷനും ഇങ്ങനെ സ്ലറി ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. അത് ജോയിൻ ചെയ്ത് വെച്ചതിന് ശേഷം മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുത്ത് കാസ്റ്റിങ്ങിനെ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ പ്ലാസ്റ്റർ മൗൾഡിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഭവം സാധാരണ ഉപയോഗിക്കുന്ന വളരെ ഇൻട്രിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പിലുള്ള ഈ പ്രതിമകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് സാധാരണ ഈ പ്ലാസ്റ്റർ മൗൾഡിങ് പ്രോസസ്സൊക്കെ ഉപയോഗിക്കുന്നത്. ഇങ്ങനത്തെ പ്രതിമകളൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഇത് സംഭവം മെറ്റൽ വെച്ചിട്ടുള്ള ഒരു പ്രതിമ തന്നെയല്ല ഇത് ഉണ്ടാക്കിയത്. ഇത് ചിലപ്പം വേറെ എന്തെങ്കിലും വളരെ ലോ കോസ്റ്റിലുള്ള മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കും ഈ പ്രതിമയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും വളരെ ഹൈ ടെമ്പറേച്ചറൊന്നും വരുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഷേപ്പിലുള്ള കമ്പോണൻസും ഇങ്ങനത്തെ പ്രതിമകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സാധാരണ ഈ പ്ലാസ്റ്റർ മൗൾഡിങ്ങിലാണ്. ഇതെനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു. ഈ പ്ലാസ്റ്റിക് എന്ന മെറ്റീരിയൽ ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ റബ്ബറൊക്കെ ഉപയോഗിച്ചായിരിക്കും ഈ ഒരു സ്റ്റാച്ചു ഇതുപോലെ ചെറിയൊരു പ്രതിമകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ പ്ലാസ്റ്റർ മൗൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ മൗൾഡിൻ്റെ ഡാമേജ് ഒന്നും വരത്തില്ല. വളരെ ഹൈ ടെമ്പറേച്ചറുള്ള മെറ്റലാണ് ഇതിലോട്ട് മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുത്താൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. കാരണം ഈ ഡാമേജ് വന്നു പ്ലാസ്റ്റർ മൗൾഡിലും ഡാമേജ് വന്നു. അതേസമയം അല്ലാത്ത റബ്ബറോ പ്ലാസ്റ്റിക്കോ അങ്ങനത്തെ മെറ്റീരിയലൊക്കെ വെച്ചിട്ടുള്ള അതാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് പ്ലാസ്റ്റർ മൗൾഡിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതേ പ്രോസസ്സ് തന്നെയാണ് ആക്ച്വലി സെറാമിക് മൗൾഡ് കാസ്റ്റിങ്ങിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ അതേ പ്രോസസ്സൊക്കെ തന്നെയാണ്. പക്ഷേ അവിടെ പ്ലാസ്റ്റർ മൗൾഡ് ഉപയോഗിച്ചെങ്കിൽ ഇവിടെ സെറാമിക് മൗൾഡ് കാസ്റ്റിങ്ങിന് റീഫ്രാക്ടറി മെറ്റീരിയലാണ് നമ്മൾ മൗൾഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. റീഫ്രാക്ടറി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സെറാമിക് മെറ്റീരിയൽ, അതിനാണ് റീഫ്രാക്ടറി മെറ്റീരിയൽ എന്ന് പറയുന്നത്. സ്പെസിഫിക്കലി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന മിക്സർ എന്താണെന്ന് വെച്ചാൽ ഫൈൻ ഗ്രെയിൻ സിർക്കോണും പിന്നെ അലുമിനിയം ഓക്സൈഡ് പിന്നെ ഫ്യൂസ്ഡ് സിലിക്ക പിന്നെ കുറച്ച് ബോണ്ടിങ് ഏജൻസും വാട്ടറും ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് മിക്സ് ചെയ്ത ഒരു സെറാമിക് സ്ലറിയാണ് നമ്മളിവിടെ പ്ലാസ്റ്റർ ഓഫ് പാരീസിന് പകരം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സെറാമിക് സ്ലറിയുടെ കണ്ടൻറ്റാണ് ഈ ഫൈൻ ഗ്രെയിൻ സിർക്കോണ് പിന്നെ അലുമിനിയം ഓക്സൈഡ് ഫ്യൂസ്ഡ് സിലിക്ക ബോണ്ടിങ് ഏജൻസ് വാട്ടർ ഇതെല്ലാം കൂടെ ചേർത്താണ് ഈ സെറാമിക് സ്ലറി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ സെറാമിക് സ്ലറി എന്ന് പറഞ്ഞാൽ സെറാമിക് മെറ്റീരിയലാണ്, അതായത് റീഫ്രാക്ടറി മെറ്റീരിയലാണ്. റീഫ്രാക്ടറി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തെന്ന് പറഞ്ഞാൽ വളരെ ഹൈ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നേരത്തെ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ പ്ലാസ്റ്റർ മൗൾഡിങ്ങിൻ്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അയണിൻ്റെ കണ്ടൻറ്റുള്ള മെറ്റലൊന്നും നമുക്കിത് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. അയണിൻ്റെ കണ്ടൻറ്റുള്ള കാസ്റ്റിംഗ് ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ഈ സെറാമിക് മൗൾഡ് കാസ്റ്റിങ്ങിന് അത് പോസിബിളാണ്. വളരെ ഹൈ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഈ സെറാമിക് സ്ലറി ഉപയോഗിച്ച് ഇതിങ്ങനെ സോൾഡിഫൈ ചെയ്തെടുക്കുന്ന ആ മൗൾഡിന് വളരെ ഹൈ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് അയണിൻ്റെ കണ്ടൻറ്റുള്ള
കാസ്റ്റിങ് മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള കാസ്റ്റിങ്ങും നമുക്കിതിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. വളരെ ഹൈ ടെമ്പറേച്ചറുള്ള മോൾട്ടൺ മെറ്റലും ഇതിൻ്റെ ഈ മൗൾഡിലോട്ട് ഒഴിച്ചു കൊടുത്താലും ഇതിന് ഡാമേജ് സംഭവിക്കത്തില്ല. അതാണ് ഈ സെറാമിക് മൗൾഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ പ്ലാസ്റ്റിക് മൗൾഡിൻ്റെ ഓൾമോസ്റ്റ് സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഈ സെറാമിക് സ്ലറി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു, അത് സോൾഡിഫൈ ചെയ്യാനായിട്ട് വയ്ക്കുന്നു. സോൾഡിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ ഒരു ഓവനിൽ വെച്ച് ചൂടാക്കുന്നു. ഈ നമ്മുടെ ഈ പ്ലാസ്റ്റർ മൗൾഡിങ്ങിലാണെങ്കിൽ ഓവനിൽ വെച്ച് ചൂടാക്കുന്ന ഏകദേശം 16 അവർ, എനിക്ക് തോന്നുന്നു 16 മണിക്കൂറോളം ഈ ഓവനിൽ വെച്ച് ചൂടാക്കുമെന്ന് പറയുന്നു. സെറാമിക് മൗൾഡിംഗ് ആണെങ്കിൽ അത്രയും കൂടുതൽ ടൈമൊന്നും ചൂടാക്കേണ്ട ആവശ്യമില്ല. ഒരു മേ ബി 1 or 2 hours ഈ ഓവനിൽ വെച്ച് ചൂടാക്കിയാൽ മതി. അപ്പോഴത്തേക്കും അതിന് നല്ല സ്ട്രെങ്ത് കിട്ടും. അങ്ങനെ 2 ഹാഫ്, ഈ മൗൾഡിൻ്റെ 2 ഹാഫ് ഉണ്ടാക്കിയെടുക്കുന്നു. എന്നിട്ട് അത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ കാസ്റ്റിംഗ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പ്ലാസ്റ്റിക് മൗൾഡിങ്ങിൻ്റെ ആൾമോസ്റ്റ് സെയിം അഡ്വാൻറ്റേജസ് ഒക്കെ തന്നെയാണ് ഇതിനും ഉള്ളത്. വളരെ ഹൈ സർഫസ് ഫിനിഷ് ഉണ്ട്, വളരെ ഹൈ ആക്യുറസി ആയിരിക്കും ഇതിൻ്റെ കാസ്റ്റിങ്ങിന് ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. വളരെ ഇൻട്രിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്പൊക്കെ ആണെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇത് സിംഗിൾ യൂസിന് മാത്രമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇതിൽ നിന്ന് കാസ്റ്റിങ്ങിനെ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിനെ പൊട്ടിച്ച് വേണം നമ്മൾ ഈ കാസ്റ്റിങ്ങിനെ റിമൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് സിംഗിൾ യൂസിന് മാത്രം പറ്റുന്ന ഒരു മൗൾഡാണ് ഈ സെറാമിക് മൗൾഡ് എന്ന് പറയുന്നത്. പിന്നെ കോസ്റ്റ് വളരെ കൂടുതലാണ്. സാൻഡ് കാസ്റ്റിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചും കാസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് റീഫാക്ടറി മെറ്റീരിയലാണ്. സെറാമിക് എന്ന് പറയുന്നതുകൊണ്ട് വളരെ ഹൈ റീഫാക്ടറി മെറ്റീരിയലാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ഹൈ ടെമ്പറേച്ചറും വിസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസും ഉണ്ട്. ടെക്സ്റ്റിൽ നോക്കിയാൽ മതി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അതിൻ്റെ വർക്കിംഗ്, അതിൻ്റെ പ്രോസസ്സ് എന്താണെന്നും പിന്നെ അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് ടെക്സ്റ്റിലുണ്ട്. അത് വായിച്ച് നോക്കുക. ഈ ഫിഗർ വേണം നിങ്ങൾ സെറാമിക് മൗൾഡ് ചോദിക്കുകയാണെങ്കിൽ വരയ്ക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ 3 സംഭവങ്ങൾ: പ്ലാസ്റ്റർ മൗൾഡിങ്, സെറാമിക് മൗൾഡ് കാസ്റ്റിംഗ്, പിന്നെ ഷെൽ മൗൾഡിങ്. ഈ 3 മെത്തേഡ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതുപോലത്തെ 1-2 അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സ് നമുക്ക് പഠിക്കാം. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ. ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.